IPL അവസാനിച്ചതിന് ശേഷം ഇന്ത്യയുടെ അടുത്ത T20 സീരീസിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അടുത്ത പരമ്പര ബംഗ്ലാദേശുമായിട്ടാണ്. 3 T20 ആണ് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് കളിക്കുന്നത്. ഇതിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 3 T20 3 ഏകദിനമാണ് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് കളിക്കുന്നത്. ഇതിലെ T20 സീരീസ് ആരംഭിക്കുന്നത് 26 ഓഗസ്റ്റിനാണ്. വൈകിട്ട് 5:30 മാച്ച് ആരംഭിക്കുന്നത്. വീണ്ടും ഒരു T20 സീരീസ് എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം സൂര്യകുമാറിനെ റെസ്റ്റ് കൊടുത്തേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. പകരം സഞ്ജുവിനെ ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ ആക്കുമെന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ താരങ്ങളെ സ്ക്വാഡിലേക്ക് എടുക്കുകയാണ്. രാജസ്ഥാന്റെ സൂപ്പർ താരം സൂര്യവംശിയെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചേക്കും. സച്ചിൻ 16 വയസ്സിലാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത്. എന്നാൽ സൂര്യവംശി 15 വയസ്സിനുള്ളിൽ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ പോവുകയാണ്. സഞ്ജു സൂര്യവംശി കോംബോയെ ഓപ്പണിംഗിൽ പരീക്ഷിക്കാനാണ് ഇന്ത്യൻ ടീമിന്റെ പദ്ധതി. അതുപോലെ തന്നെ റിങ്കു സിംഗ്, ഹാർദിക് പാണ്ഡ്യ, റിയാൻ പരാഗ് ഇവരും സ്ക്വാഡിൽ ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ മെയിൻ കീപ്പർ സഞ്ജു ആണ്. സെക്കൻഡ് കീപ്പറായിട്ട് ജിതേഷ് ശർമ്മയെ ടീമിലെടുക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇഷാനെ ഇനിയും പരിഗണിച്ചേക്കില്ല. കാരണം ഇഷാൻ IPL-ൽ ഫ്ലോപ്പായിരുന്നു. ജിതേഷ് ശർമ്മ RCBക്ക് വേണ്ടി മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് ബംഗ്ലാദേശ് T20-ൽ ജിതേഷ് ശർമ്മ ഉണ്ടായിരിക്കും. ബൗളിംഗിൽ രവി ബിഷ്ണോയ്, വാഷിംഗ്ടൺ സുന്ദർ, ഹർഷിത് റാണ, ഹർഷദീപ് സിംഗ് ഇവരും ഉണ്ടായിരിക്കും. സഞ്ജു ആയിരിക്കും ഇത്തവണയും ഓപ്പണിംഗിൽ വരുന്നത്. ഗംഭീർ സഞ്ജുവിന് നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഇനിയൊരു പക്ഷേ സൂര്യകുമാർ ടീമിൽ ഇടം പിടിച്ചാൽ സഞ്ജു ആയിരിക്കും വൈസ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ സൂര്യയും കോച്ച് ഗംഭീറും നല്ല സപ്പോർട്ട് സഞ്ജുവിന് കൊടുക്കുന്നുണ്ട്. വരാൻ പോകുന്ന T20 വേൾഡ് കപ്പിൽ സഞ്ജു ടീമിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഋഷഭ് പന്തിനെ T20 ടീമിലേക്ക് പരിഗണിച്ചേക്കില്ല. ടെസ്റ്റിലും ഏകദിനത്തിലും മാത്രമായിരിക്കും പന്ത് ഇനി കളിക്കാൻ പോകുന്നത്. സഞ്ജുവിനെ മുഴുവനായിട്ടും T20 ടീമിൽ പരിഗണിക്കാൻ പോവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശ് നിസാരക്കാരാണ്. അതുകൊണ്ട് ഇന്ത്യ പരമ്പര തൂത്തുവാരുമെന്നത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ബംഗ്ലാദേശ് T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.